ഹലോ മക്കളെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മളിവിടെ പറയുന്നത് ഡെറിവേഷൻ ഓഫ് ഡിമാൻഡ് കർവ് വിത്ത് ഹെൽപ്പ് ഓഫ് ഓർ ഫ്രം IC കർവ്. IC കർവിൽ നിന്ന് നമ്മൾ ഡിമാൻഡ് കർവിനെ ഡിറൈവ് ചെയ്യാൻ പോവാം. അപ്പോൾ നമുക്കറിയാം IC കർവ് എന്താണ്, ഡിമാൻഡ് കർവ് എന്താണ്, അതൊന്ന് പറഞ്ഞേക്കണം ആദ്യം. IC കർവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷോസ് curve shows various combinations of two commodities which gives equal satisfaction of a consumer or to a consumer. നമ്മളത് പറഞ്ഞിട്ടുണ്ട്, നോക്കിയാൽ മതി. സംശയമുള്ളവരൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നോക്കിയാൽ മതി. അതുപോലെ ഡിമാൻഡ് കർവ് നമുക്കറിയാം, കർവ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റീസ് ഓഫ് കമ്മോഡിറ്റി. ഇത് രണ്ടും നമുക്കറിയാം. അപ്പോൾ ഇനിയും പിന്നെ ഡെറിവേഷൻ ഡിമാൻഡ് എടുക്കുന്ന PCC എന്നാണ്. PCC നമുക്കറിയാം, പ്രൈസ് കൺസംഷൻ കർവ്. എന്താ പ്രൈസ് കൺസംഷൻ കർവ്? ഡിഫറൻറ്റ് സാറ്റിസ്ഫാക്ഷൻ ലെവൽ ടു എ കൺസ്യൂമർ ആസ് എ റിസൾട്ട് ഓഫ് എ ഫോൾ ഇൻ പ്രൈസ് ഓഫ് വൺ കമ്മോഡിറ്റി. ഫോർ എക്സാമ്പിൾ എക്സ് കമ്മോഡിറ്റിയുടെ പ്രൈസ് ഫോളോ ചെയ്യുമ്പോൾ ഒരു ആവറേജ് കൺസ്യൂമറിന് അവൻ്റെ ലിമിറ്റഡ് ഇൻകത്തിൽ നിന്ന് കിട്ടുന്ന മാക്സിമം സാറ്റിസ്ഫാക്ഷൻ്റെ കർവാണ് PCC എന്ന് പറയുന്ന പ്രൈസ് കൺസംഷൻ കർവ് എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ ആ പ്രൈസ് എഫക്റ്റിനെ പറ്റി പറഞ്ഞത്. അതായത് എഫക്റ്റ് ഓഫ് ചേഞ്ച് ഇൻ പ്രൈസ്, ദാറ്റ് ഈസ് പ്രൈസ് എഫക്റ്റ് നമുക്കറിയാം. അപ്പോൾ PCCയിൽ നിന്നാണ് ഡിമാൻഡ് കർവ് സ്ലോപ്പ് ചെയ്യുന്നത്. നമുക്കിതിൻ്റെ രണ്ടിൻ്റെയും കോമൺ ഫാക്ടറും അറിയാം, കോമൺ ഫീച്ചറും അറിയാം. അതായത് IC കർവിൻ്റെയും അതുപോലെ ഡിമാൻഡ് കർവിൻ്റെയും കോമൺ ഫീച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബോത്ത് ആർ ഡൗൺവേർഡ് സ്ലോപ്പിംഗ്. അതായത് IC കർവും ലെഫ്റ്റ് ടു റൈറ്റ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്, ഡിമാൻഡ് കർവും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. ആദ്യം IC കർവ് സ്ലോപ്പ് ചെയ്യുന്നതിൻ്റെ കാരണം നമുക്കറിയാം, MRS ആണ്, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്കറിയാം, ഇറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് വൺ കമോഡിറ്റി ഈസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫോർ അനദർ. ഏതെങ്കിലും ഒരു കമോഡിറ്റി കൂടുതൽ കിട്ടാൻ വേണ്ടി മറ്റൊരു കമോഡിറ്റിയുടെ സെവറൽ യൂണിറ്റ്സ് സാക്രിഫൈസ് ചെയ്യുന്ന റേറ്റിനെ വിളിക്കുന്ന പേരാണ് MRS. അപ്പോൾ ബിക്കോസ് ഓഫ് MRS IC സ്ലോപ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഇനി ഡിമാൻഡ് കർവ്, അതും നമുക്കറിയാം, സ്ലോപ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ബിക്കോസ് ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. നമുക്കറിയാം മോർ കൺസംഷൻ മീൻസ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മോർ പർച്ചേസിങ് മീൻസ് ദാറ്റ് ഈസ് അറ്റ് എ ലോ പ്രൈസ്. അതായത് കൂടുതൽ സാധനം നമ്മൾ എപ്പോഴും ലോ പ്രൈസിലേ വാങ്ങിക്കത്തുള്ളൂ. മാക്സിമം സാറ്റിസ്ഫാക്ഷൻ അല്ലെ മാക്സിമം പർച്ചേസിങ് ഓഫ് എ കമോഡിറ്റി അറ്റ് എ ലോ പ്രൈസ്, അതാണ് ഡിമാൻഡ് കർവ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ രണ്ട് കർവും സ്ലോപ്പ് ചെയ്യുന്നു. അപ്പോൾ ICയുടെ സ്ലോപ്പിൽ നിന്ന് നമുക്ക് ഡിമാൻഡ് വരയ്ക്കാം. അപ്പോൾ രണ്ട് തട്ടായിട്ട് ഈ പടം വരച്ചേക്കണം. ഇതാ ഒന്നിത്, രണ്ടാമത് OX, ഇവിടെ നമുക്ക് ഗുഡ് X അടയാളപ്പെടുത്താം. ഇവിടെ ആദ്യത്തെ OYയിൽ നമുക്ക് പ്രൈസ് കൊടുക്കാം. കാരണം ഡിമാൻഡ് കർവ് വരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം, ഡിമാൻഡ് കർവ് വരയ്ക്കുമ്പോൾ OYയിൽ പ്രൈസും അതുപോലെ OXൽ ക്വാണ്ടിറ്റിയുമാണ്. നേരെ മറിച്ച് ഇൻഡിഫറൻസ് കർവ് വരയ്ക്കുമ്പോൾ OYയിൽ വേണമെങ്കിൽ മണി ഇൻകം കാണിക്കാം. ഇവിടെ നമ്മൾ മണി ഇൻകമാണ് കാണിക്കുന്നത്, നമ്മുടെ കയ്യിൽ ടോട്ടലുള്ള മണി ഇൻകം. അല്ലെങ്കിൽ നമുക്ക് ഗുഡ് X ഇവിടെയും ഗുഡ് Y ഇവിടെയും പർച്ചേസ് ചെയ്യാം. ഇപ്പം നമ്മൾ ആ മണി ഇൻകത്തിലൂടെ നമ്മൾ എങ്ങനെ ചെയ്യുന്നു? ആദ്യം നമ്മൾ ഒറിജിനൽ, നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസം വരച്ച പടം തന്നെ ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് അടിക്കുകയാണ്. ഒറിജിനൽ പ്രൈസ് ലൈൻ അല്ലെ ബഡ്ജറ്റ് ലൈൻ BL, ഇതാണ് നമ്മുടെ ഒറിജിനൽ ബഡ്ജറ്റ് ലൈൻ BL. അവിടെ നമുക്ക് ആദ്യം ഒരു സാറ്റിസ്ഫാക്ഷൻ പോയിന്റ് എടുക്കുന്നു, അതുവഴി ഒരു ഇൻഡിഫറൻസ് കർവ് പോകുന്നു. നമ്മൾ അവനെ IC1 എന്ന് വിളിക്കുന്നു, ഇൻഡിഫറൻസ് കർവ് 1. അപ്പോൾ ആ ഇൻഡിഫറൻസ് കർവ് 1 ടാൻജൻസ് വിത്ത് BL ബഡ്ജറ്റ് ലൈൻ ആൻഡ് ദ ഇക്വിലിബ്രിയം ലെവൽ ഈസ് കോൾഡ് E. ആ പോയിന്റ് നമുക്ക് ഡൗൺവേർഡിലേക്ക് കൊണ്ടുവരാം. അതായത് ഒരു ഡോട്ടഡ് ലൈനായിട്ട് ഇവിടെ വന്ന് മുട്ടുമ്പോൾ ടോട്ടൽ ക്വാണ്ടിറ്റി M, അത് തന്നെ നമുക്കിവിടെ എഴുതാം. അപ്പോൾ BL എന്ന് പറയുന്ന ബഡ്ജറ്റ് ലൈനിലൂടെ നമ്മൾ E എന്ന് പറയുന്ന സാറ്റിസ്ഫാക്ഷനിലൂടെ OM ക്വാണ്ടിറ്റീസ് ഓഫ് കമോഡിറ്റി X പർച്ചേസ് ചെയ്തു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താ? സപ്പോസ് പ്രൈസ് ഓഫ് X കമോഡിറ്റി ഡിമിനിഷിങ്, X കമോഡിറ്റിയുടെ പ്രൈസ് കുറയുന്നു, ബട്ട് Y റിമൈനിങ് കോൺസ്റ്റൻറ്റ് ആൻഡ് കൺസ്യൂമർ ഇൻകം ഓൾസോ കോൺസ്റ്റൻറ്റ്. ആ രണ്ട് കാര്യങ്ങൾ ഓർത്തോണം. X കമോഡിറ്റിയുടെ മാത്രം പ്രൈസാണ് സപ്പോസ് കുറയുന്നത്, അപ്പോൾ നമ്മുടെ കൺസ്യൂമറിൻ്റെ ഒറിജിനൽ ഇൻകമോ അല്ലെങ്കിൽ Y കമോഡിറ്റിയുടെ പ്രൈസിലോ മാറ്റമില്ല.
അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. എന്നാൽ ബിക്കോസ് ഓഫ് ദ ഫോൾ ഇൻ പ്രൈസ് ഓഫ് എക്സ് കമോഡിറ്റി ദ കൺസ്യൂമർ ഗെറ്റ് ആൻ അഡീഷണൽ ഇൻകം കോൾഡ് BL1. അവിടുന്ന് തന്നെ വരയ്ക്കണം. ദാണ്ട് ഇവിടെ വന്ന് മുട്ടുന്നു BL1. അതായത് എന്തുകൊണ്ടാണ് BL1 വന്നത്? ബിക്കോസ് ഓഫ് ഫോൾ ഇൻ പ്രൈസ് ഓഫ് എക്സ് കമോഡിറ്റി. അപ്പോൾ എക്സ് കമോഡിറ്റി പ്രൈസ് കുറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കൺസ്യൂമറിന് ഒരു അഡീഷണൽ ഇൻകം കിട്ടിയ ഒരു ഫീലിംഗ് ഉണ്ടായി. ആ ഫീലിങ്ങിനെ നമുക്ക് BL1 എന്ന് വിളിക്കാം. അവിടെയും നമുക്കപ്പോൾ BL1 വന്നപ്പോൾ നമുക്ക് BL-നേക്കാൾ കൂടുതൽ കൺസംഷൻ നടത്താം. ഒരു പോയിന്റ് നമുക്ക് ദാണ്ട് ഇവിടെ എടുക്കാം. അതായത് ഇവിടെ കൂടെ ഇപ്പോൾ വരച്ച BL1-ലൂടെ ദാണ്ട് IC2 വരച്ചു. ഇക്വിലിബ്രിയം പോയിന്റ് E1 ആണ്. അവിടുന്ന് നമ്മൾ വീണ്ടും ക്വാണ്ടിറ്റി ദാണ്ട് കൂട്ടി ഇങ്ങോട്ട് കൊണ്ടിരുന്നു. അതായത് M1. അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് കമോഡിറ്റി കൂടി ബിക്കോസ് ഓഫ് ഫോൾ ഇൻ പ്രൈസ് ഓഫ് എക്സ് കമോഡിറ്റി വിത്ത് എ ന്യൂ ബഡ്ജറ്റ് ലൈൻ BL ആൻഡ് എ ന്യൂ ഇൻഡിഫറൻസ് കർവ് IC2. വീണ്ടും എഗെയിൻ എ ഫോൾ ഇൻ ദ പ്രൈസ് ലെവൽ ഓഫ് ഗുഡ് എക്സ്. അപ്പോൾ എ തേർഡ് ബഡ്ജറ്റ് ലൈൻ ഓൾസോ ഡോൺഡ് ഫ്രം ഹിയർ, ദാറ്റ് ഈസ് L2. അപ്പോൾ BL2 പുതിയൊരു ബഡ്ജറ്റ് ലൈൻ നമ്മൾ കൊണ്ടുവന്നു BL2. എന്താ ആ BL2 വന്നപ്പോൾ വീണ്ടും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ താണ്ട് ഇവിടോട്ടാക്കാം. ഇവിടോട്ടൊരു പോയിന്റ് എടുക്കാം. അതുവഴി താണ്ട് വേറൊരു IC കർവ് പോകുന്നു. അതിനെ IC3 എന്ന് നമുക്ക് വിളിക്കാം. IC3 മറ്റേതിൻ്റെ കൂടെ കെട്ടിപ്പിടിച്ചങ്ങിരുന്നു. അതുകൊണ്ടൊന്ന് മാറ്റി വരച്ചേക്കാം ഞാൻ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സംശയം തോന്നും. ഇതാണ്ട് ഇത് IC2 ആണ്. ഇതിപ്പോൾ നമ്മൾ വരയ്ക്കുന്നത് IC3 ആണ്. കണ്ടോ IC3. IC3 എന്ന് നമ്മൾ വിളിച്ചു. അപ്പോൾ കണ്ട കർവുകളൊന്നും തെറ്റരുത്. ആദ്യം നമ്മൾ വരച്ചത് IC1 ആണ്. രണ്ടാമത് വരച്ചത് IC2. ഞാൻ ഇങ്ങോട്ട് മാറ്റി എഴുതി വെച്ചേക്കാണ്, ശ്രദ്ധിച്ച് നോക്കണം. ഇനി ഇപ്പോൾ വരച്ചത് IC3 ആണ്. അപ്പോൾ അവിടുത്തെ പുതിയ ഇക്വിലിബ്രിയം പോയിന്റ് E2 ആണ്. മുമ്പലത്തെ പോലെ നമുക്ക് ഒരു ഡോട്ടഡ് ലൈൻ കൊണ്ടുവരാം. M2 എന്ന് പറയും. ഇവിടെ ആ M2 കൊടുത്തേക്കണം. കണ്ടോ? അപ്പോൾ ഇവിടെ സാറ്റിസ്ഫാക്ഷൻ കൂടിയത് കണ്ടോ? അപ്പോൾ E1 E2 നമുക്കറിയാം. കഴിഞ്ഞ ദിവസം നമ്മൾ വരച്ചു. ആ 3 പോയിന്റ് കൂടെ ചേരുമ്പോൾ നമുക്ക് ഒരു കർവ് കിട്ടും. അതിനെയാണ് നമ്മൾ PCC എന്ന് പറയും, പ്രൈസ് കൺസംഷൻ കർവ് എന്ന് പറയും. പ്രൈസ് കൺസംഷൻ അതായത് ഒരു പ്രൈസിൽ, അതായത് എക്സിൻ്റെ പ്രൈസ് കുറഞ്ഞപ്പോൾ കിട്ടിയ അഡീഷണൽ സാറ്റിസ്ഫാക്ഷൻ. ദ അഡീഷണൽ സാറ്റിസ്ഫാക്ഷൻ ഡിറൈവ്ഡ് ടു എ കൺസ്യൂമർ ആസ് എ റിസൾട്ട് ഓഫ് ഫോൾ ഇൻ പ്രൈസ് ഓഫ് എക്സ് കമോഡിറ്റി വൈൽ ജോയിനിങ് ദ 3 സാറ്റിസ്ഫാക്ഷൻ ലെവൽ E1 ആൻഡ് E2 വി ഗെറ്റ് എ കർവ് കോൾഡ് PCC. അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടിയ ഒരു കർവാണ് PCC. അപ്പോൾ ഇവിടെ നമ്മുടെ ടോട്ടൽ മണി ഇൻകം എന്ന് പറയുന്നത് OB ആണ്. സപ്പോസ് ചുമ്മാ ഒരു എക്സാമ്പിൾ പറയാം. ടോട്ടൽ മണി ഇൻകം എന്ന് പറയുന്നത് OB ആണ്. ആ OBയിൽ നമ്മൾ ആദ്യം പർച്ചേസ് ചെയ്ത ഏരിയ L ആണ്, OL. അപ്പോൾ OB ഡിവൈഡഡ് ബൈ OL ആ സമയത്ത് കിട്ടിയ കമോഡിറ്റിയാണ് M എന്ന് പറയുന്നത്. ഇതുപോലെ ഓരോന്നിനെയും കാണിക്കാം. എങ്ങനെ? OB ഡിവൈഡഡ് ബൈ OL ആദ്യത്തെ പ്രൈസ് ഏറിയാണ്. ആ പ്രൈസ് റേഷ്യോയിൽ നമുക്ക് കിട്ടിയ ടോട്ടൽ ക്വാണ്ടിറ്റി M ആണ്. അതാണ്ട് കണ്ടോ? അല്ലെങ്കിൽ ഇവിടെ പറയാം. ഇനി അതുപോലെ തന്നെ വീണ്ടും നമുക്ക് വേണമെങ്കിൽ പറയാം OB ഡിവൈഡഡ് ബൈ രണ്ടാമത് പ്രൈസ് മാറിയത് എത്ര? L1. കണ്ടോ? L1 ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പം നമുക്ക് കിട്ടിയ ക്വാണ്ടിറ്റി എത്ര? M1. നോക്കിക്കോണം, ശ്രദ്ധയോട് നോക്കിക്കോണം. ഇപ്പോൾ സപ്പോസ് നമ്മുടെ മണി OB തന്നെയാണ്, കോൺസ്റ്റൻ്റ് ആണ്, മാറ്റമില്ല. പ്രൈസ് കുറഞ്ഞതുകൊണ്ട് ബഡ്ജറ്റ് ലൈനിൽ വന്ന മാറ്റമാണ് L1. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? OB ബൈ L1 ദാറ്റ് ഈസ് ഈക്വൽ ടു ആ സമയത്ത് കിട്ടിയ യൂണിറ്റ് ഓഫ് കമോഡിറ്റി എത്ര? M1. വേണമെങ്കിൽ ഇത് ഒന്നുകൂടെ കാണിക്കാം. അതായത് മൂന്നാമത്തത് OB ബൈ അടുത്ത എന്താ പ്രൈസ് ചേഞ്ച്? L2. OB ബൈ L2 ദാറ്റ് ഈസ് ഈക്വൽ ടു M2 എന്ന് പറയാം. ഇങ്ങനെ നമുക്ക് ആ മണിയും അതുപോലെ തന്നെ ആ റേഷ്യോയും അതുപോലെ ക്വാണ്ടിറ്റി ഓഫ് കമോഡിറ്റിയും എടുത്ത് കാണിക്കാം. ഇത് വേണമെന്നില്ല, വേണമെങ്കിൽ ഇപ്പോൾ ഡിഗ്രിക്കാർക്കൊക്കെ ആണെങ്കിൽ അതുകൂടെയൊക്കെ എഴുതുന്ന കുറേ നല്ലതാണ്. +2-ന് ജസ്റ്റ് പടം എന്താണ് PCC, അവിടെ നിന്ന് എങ്ങനെയാണ് ഡിമാൻഡ് കർവ് ഡിറൈവ് ചെയ്യുന്നത്, അത്രയൊന്ന് കാണിച്ച് വെച്ചാൽ മതി. ഇപ്പോൾ ഡിഗ്രിക്ക് വേണമെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ അവരിത് വേണമെങ്കിൽ 5 മാർക്കിന് ചോദിക്കാം. അതല്ലെങ്കിൽ essay വരെ ചോദിക്കാം. കാരണം essay ചോദിക്കുമ്പോൾ നമ്മൾ പ്രൈസ് എഫക്റ്റീവ് എഴുതണം, സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റീവ്, അതിൻ്റെ എല്ലാ ഇൻട്രഡക്ഷൻ എഴുതിയ ശേഷമേ ഇതിലേക്ക് വരാവൂ. ഇപ്പം ജസ്റ്റ് നമ്മളിത് എന്താണ്, എങ്ങനെ ഇതുണ്ടാകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് പ്രൈസ് ചേഞ്ച് കൊണ്ട് നമുക്ക് ക്വാണ്ടിറ്റിയിലെ ചേഞ്ച് കാണിക്കാം. അപ്പം നമുക്കറിയാമല്ലോ, ഹൈ പ്രൈസ് വരുമ്പോഴേ ലോ ക്വാണ്ടിറ്റി വരത്തുള്ളൂ. ഇപ്പോൾ ഇവിടെ OM എന്ന് പറയുന്നത് ലോ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഉറപ്പായിട്ടും പ്രൈസ് ഹൈ ആയിരിക്കും. അപ്പം നമുക്ക് വേണ്ടി ഇവിടെ ഒരു ഇമാജിനറി പോയിന്റ് എടുക്കാം, ഇങ്ങോട്ട് നീട്ടാം, P0 എന്ന് പേര് കൊടുക്കാം. അപ്പോൾ P0 ഹൈ പ്രൈസ് ആണ്. O മുതൽ P0 ഹൈ പ്രൈസ് ആണ്. ക്വാണ്ടിറ്റി OM ഉള്ളൂ. കാരണം നമ്മുടെ ഡിമാൻഡ് കർവ് അല്ലെ ഡിമാൻഡ് തിയറി പറയുന്ന
കറക്റ്റാണ്. അറ്റ് എ ഹൈ പ്രൈസ് ദ കൺസ്യൂമർ ക്യാൻ പർച്ചേസ് ഓൺലി ലോ ക്വാണ്ടിറ്റി എം. ഇനി സപ്പോസ് പ്രൈസ് കുറയുന്നു എന്ന് വിചാരിക്കുക. അതാണ്ട് M1 എന്ന് പറയുന്ന ക്വാണ്ടിറ്റി കൂടുന്നുണ്ടല്ലോ. ക്വാണ്ടിറ്റി കൂടിയാൽ അതിൻ്റെ അർത്ഥം എന്താ? പ്രൈസ് കുറവാണ്. P1 ആയിട്ട് പ്രൈസ് കുറഞ്ഞു. എ ഫോൾ ഇൻ പ്രൈസ് റിസൾട്ട്സ് റൈസ് ഇൻ ക്വാണ്ടിറ്റി, ദാറ്റ് ഈസ് M1. ഇതേപോലെ വീണ്ടും നമുക്ക് പറയാം. അതാണ്ട് അടുത്തൊരു പോയിന്റ് എടുക്കാം. കാരണം M2 ക്വാണ്ടിറ്റി കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? പ്രൈസ് വീണ്ടും കുറയുന്നു. അറ്റ് OP2 പ്രൈസ് ക്വാണ്ടിറ്റി ഇൻക്രീസസ് ടു M2. അപ്പോൾ മാർഷലിൻ്റെ തിയറി കറക്റ്റാണ്. ഹൈ പ്രൈസ് OP0 ലോ ക്വാണ്ടിറ്റി M. എ ഫോൾ ഇൻ പ്രൈസ് P1 ക്വാണ്ടിറ്റി ഇൻക്രീസസ് M1. എഗെയിൻ ഫോൾ ഇൻ പ്രൈസ് P2 ക്വാണ്ടിറ്റി ഇൻക്രീസസ്. ആ പോയിന്റിനെ വേണമെങ്കിൽ നമുക്ക് ചുമ്മാ ഒരു പിന്നെ സ്മോൾ ലെറ്റർ A, സ്മോൾ ലെറ്റർ B, സ്മോൾ ലെറ്റർ C എന്നിട്ട് ആ 3 പോയിന്റും കൂടെ ചേർത്ത് നമുക്കൊരു കർവ് വരയ്ക്കാം. അതിനെ നമുക്ക് DD ഡിമാൻഡ് കർവ് എന്ന് പറയാം. അത് കർവായിട്ട് വരയ്ക്കാം, ലീനിയറായിട്ട് വരയ്ക്കാം, എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടപ്രകാരം, പ്രശ്നമില്ല. ആ ഷേപ്പ് തന്നാൽ മതി. ABC ആ 3, അതായത് പ്രൈസ് കൺസംഷൻ ഏരിയയുടെ 3 ഇക്വിലിബ്രിയമാണ് ABC. അത് എയിൽ അറ്റ് ഹൈ പ്രൈസ് OP0 ക്വാണ്ടിറ്റി OM ഡിക്രീസ് ചെയ്തിരിക്കുകയാണ്. ദെൻ നമ്പർ B എന്ന് പറയുമ്പോൾ എ ഫോൾ ഇൻ പ്രൈസ് OP1, ദാറ്റ് മീൻസ് എ റൈസ് ഇൻ ക്വാണ്ടിറ്റി OM1. എഗെയിൻ ഫോൾ ഇൻ പ്രൈസ് OP2 ഇൻക്രീസ് ഇൻ ക്വാണ്ടിറ്റി M2 OM2. വൈൽ ജോയിനിങ് ABC വി ഗെറ്റ് എ കർവ് കോൾഡ് ഡിമാൻഡ് കർവ്. കണ്ടോ? അങ്ങനെ ആ PCCയുടെ 3 പോയിന്റ് E1 E2 E1 E E2. അതിൽ E എന്ന് പറയുന്ന പോയിന്റ് തന്നെയാണ് ഇവിടുത്തെ A. അതുപോലെ തന്നെ PCCയിലെ E1 ആണ് ഇവിടുത്തെ B. അതുപോലെ PCCയിലെ E2 ആണ് ഇവിടുത്തെ C. അപ്പോൾ അങ്ങനെയാണെങ്കിൽ E1 E2 എന്ന് പറയുന്നത് ABC തന്നെയാണ്. അതിനെ ജോയിൻ ചെയ്തുകൊണ്ട് നമ്മളൊരു കർവ് വരയ്ക്കുമ്പോൾ അതാണ് DD ഡെറിവേഷൻ ഓഫ് ഡിമാൻഡ്. ഓർക്കാമല്ലോ, ഡിറൈവ്ഡ് ഡിമാൻഡ് കർവാണ് PCC എന്നാണ് വന്നത്. അങ്ങനെ PCC നിന്ന് ഡിറൈവ്ഡ് ഡിമാൻഡ് കർവ് DD വരച്ച് കാണിക്കാം. ഇതാണ് ഡെറിവേഷൻ ഓഫ് ഡിമാൻഡ് യൂസിങ് IC. മനസ്സിലായല്ലോ? സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ അറിയിക്കാം. അതുപോലെ തന്നെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് സബ്സ്ക്രൈബ് ചെയ്യാം, അതുപോലെ ഷെയർ ചെയ്യാം. ഇതിൻ്റെ അടുത്ത എഫക്റ്റുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ.